അതിനിത് സത്യമല്ലേ? ആയിരിക്കാം. എന്നാലും അമ്മ അവളോട് ക്ഷമിച്ചുകൂടായികയില്ല. അങ്ങനെ ക്ഷമിക്കാനുള്ള മനസ്സ് അമ്മയ്ക്കുണ്ടാവരുത്. അവളോടുള്ള വെറുപ്പ് കൊണ്ട് മനസ്സിൽ നിന്നവളെ പൂർണ്ണമായും അമ്മ തന്നെ പറിച്ചെറിയണം. ഇതുപോലെ ഒരവസരം ഇനി വീണ് കിട്ടില്ല. ഓർമ്മ വേണം. ചേച്ചി ധൈര്യമായിട്ടിരിക്കെ, ഇത് ഞങ്ങളേറ്റു. ഇനി അവളെ അമരാവതിയുടെ പടി ചവിട്ടില്ല. പോരെ? ഹലോ അവിനാഷ്, ഇതെവിടെയാ? ഞാൻ എത്ര തവണ വിളിച്ചു. വളരെ തിരക്കുള്ളൊരു ജോലിയല്ലേ പ്രിയ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ആ അതെ, ഡി കെ ഇവിടെ. ഉടനെ തന്നെ ജാമ്യത്തിൽ വിടുവോ? അങ്ങനങ്ങ് വിടാൻ പറ്റുമോ പ്രിയ? അയാളൊരു കൊലപാതകയല്ലേ. ചേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നോടൊക്കെ എന്ത് സ്നേഹമായിട്ടാ പെരുമാറിയിരുന്നെന്ന് അറിയാവോ? സ്നേഹം കാണിക്കുന്നവരെല്ലാം നല്ലവരാണെന്ന് നീ വിചാരിക്കരുതേ. ആ, നിന്റെ ചേച്ചിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ. പക്ഷേ ഇപ്പോ നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ ചേച്ചി തന്നെയാണ് അല്ലേ? ചേച്ചി അവിടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ടുന്ന് അച്ഛൻ അമ്മയോട് പറയുന്നത് കേട്ടു. ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? വിസിറ്റിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. ആ ഹിറ്റ്ലർക്ക് ഇവിടെ അവള് മനസ്സമാനം കൊടുക്കുകയെന്നാ തോന്നുന്നത്. പ്രിയ, അല്പം മുൻപ് നിന്റെ ചേച്ചിയും ഞാനും തമ്മിലൊരു സംസാരം ഉണ്ടായി. എന്നിട്ട്? നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് എന്നോട് വെല്ലുവിളിച്ചു പറഞ്ഞു. ഡി കെയെ ഞാൻ മനഃപൂർവ്വം അപമാനിച്ചെന്നാ നിന്റെ ചേച്ചി പറയുന്നത്. ഇല്ല അവിനാശ്, ചേച്ചിക്ക് നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. പ്രായപൂർത്തിയായ പെണ്ണാ ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. അതിലേ ചേച്ചിക്ക് ഒരു കാര്യമില്ല. ഗുഡ്, വെരി ഗുഡ്. ഇപ്പോഴാ നിന്നോട് എനിക്ക് ശരിക്കും സ്നേഹം കൂടിയത്. നിനക്ക് ഞാനൊരു സമ്മാനം തരട്ടെ? ചേട്ടേ, തോന്നിയാസം കാണിച്ച് അടിച്ചതിന്റെ പല്ല് ഞാൻ തെറിപ്പിക്കും. സോറി അങ്കിൾ, ഞാൻ പെട്ടെന്ന് പ്രിയാന്ന് കരുതിയാ. പ്രിയാണെന്ന് കരുതിയ? നിന്നോട് മേലിൽ എന്റെ മോളെ ശല്യപ്പെടുത്തലെന്ന് പറഞ്ഞല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇത് ആവർത്തിച്ചാൽ നിന്റെ മേലധികാരികൾക്ക് ഞാൻ പരാതി കൊടുക്കും. വയ്ക്കണ ഫോൺ. എന്നാ നിന്റെ ഫോൺ. നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക അല്ലേടി, അഹങ്കാരി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയ കൊന്ന് കെട്ടിത്തൂക്കും ഞാൻ. അതെ, എന്നാ പിന്നെ അതാ നല്ലത്. സ്വന്തം മകൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ തുടങ്ങുമ്പോ അതിന് തടയിടാൻ നിൽക്കുന്ന നിങ്ങളൊരു മനുഷ്യനാണോ? ഭാര്യയുള്ള ഒരുത്തിനെ പ്രേമിക്കാൻ സ്വന്തം മകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന വിവരം കിട്ട നിന്നെയൊക്കെ അമ്മയെന്ന് വിളിക്കാൻ പറ്റൂടി? എന്തായാലും നിങ്ങളുടെ മോളെ പോലെ ഒരുത്തനെ ചതിച്ചു കല്യാണം കഴിച്ചില്ലല്ലോ. എന്നിട്ട് ചേച്ചി ഇപ്പൊ എന്താ ചെയ്തേ? സ്വന്തം ഭർത്താവിനെ ചതിച്ച് ജയിലിലാക്കിയില്ലേ? അത്രയ്ക്ക് ക്രൂരതയൊന്നും ഞാൻ ആരോടും ചെയ്തിട്ടൊന്നുമില്ല. ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി, അതൊരു തെറ്റാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നൊന്നുമില്ല. അതെ,
ജീവച്ഛവമായി കിടക്കുന്ന ഒരുത്തിയെ ചുമക്കുന്നതിനേക്കാളും നല്ലത് വേറെ കല്യാണം കഴിക്കുന്നതാണെന്ന് അവന് തോന്നിയതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ദേ, ഇവൾ അവന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടൊന്നുമില്ലല്ലോ. അന്തസ്സോടെ അവൻ ഇവിടെ കയറി വന്ന് ചോദിക്കുകയല്ലേ ചെയ്തത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജയിലിൽ ഭർത്താവിന് കാവല് നിൽക്കുന്ന മകളെ കണ്ടിട്ട് വന്നതിന്റെ ഏനക്കേട് എന്റെ കൊച്ചിനോട് തീർത്തേക്കരുത്. സ്വന്തം ഭർത്താവിനെ ഒറ്റുകൊടുത്തവളാ നിങ്ങളുടെ മോള്. ഇതോടെ തീർന്നല്ലോ നിങ്ങളുടെ മോളുടെ അമരാവതിയിലെ പൊറുതി. മരുമക്കളെല്ലാം കൂടെ പിടിച്ച് പുറത്തിറക്കി ഗേറ്റടച്ചെന്നാ കേട്ടത്. ഇവളെ കെട്ടിത്തൂക്കി കൊല്ലുന്നതിന് മുൻപ് സ്വന്തം മോക്ക് വേറൊരു ഭർത്താവിനെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കും. ചേച്ചി ചെയ്തത് ശരിയാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ദേ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, ആ മാനം കെട്ടവളെ ഇനി ഇതിനകത്ത് കേറ്റാൻ ഞാൻ സമ്മതിക്കില്ല. സ്വന്തം മകളുടെ തെറ്റ് തിരുത്തിയിട്ട് മതി എന്റെ മകളെ കുറ്റപ്പെടുത്തുന്നത്. പാടിയോട്ട്. അച്ഛാ മാറ്. ഇത്രയ്ക്ക് പക ജയന്റെ മനസ്സിലുണ്ടാകാൻ എന്തായിരിക്കും കാരണം? സുപ്രിയെ ഞാൻ കൊന്നതാണെന്ന് അവൻ എങ്ങനെ പറയാൻ തോന്നി? എന്റെ സുപ്രിയെ പോലെ തന്നെയാ ഞാൻ അവനെ സ്നേഹിച്ചത്. ആ ഓഡിയോ കാസറ്റിലുള്ള ശബ്ദം സുപ്രിയുടേതാണെന്ന് എങ്ങനെ വിശ്വസിക്കും? ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെടാം ജയേട്ടാ. DK നമ്മൾ വിചാരിക്കും പോലെ ഒരാളല്ല. ദിവസം ചെല്ലുന്തോറും DKയുടെ സാഡിസ്റ്റ് സ്വഭാവം കൂടിക്കൂടി വരുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, എന്റെ മരണത്തിന് ഉത്തരവാദി DK തന്നെ ആയിരിക്കും. ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? എന്തായാലും ഇതിന്റെ സത്യം ജയരാമനിൽ നിന്ന് തന്നെ അറിഞ്ഞേ പറ്റൂ. അതിന് 2 ദിവസം കസ്റ്റഡിയിലിരിക്കുന്നത് തന്നെയാ നല്ലത്. നിന്നെ ഞങ്ങൾ ഈ വീട്ടിൽ വാഴിക്കില്ല.
ഞാൻ പറഞ്ഞതിന് ആന്റി മറുപടി ഒന്നും പറഞ്ഞില്ല. അതിപ്പോ ഇത്ര പെട്ടെന്ന് കല്യാണം നടത്തുക എന്നൊക്കെ പറയുമ്പോ അത് ആന്റി, ഡിവോഴ്സ് കഴിഞ്ഞിട്ട് പോരെ അവിനാശ്. അച്ഛൻ ഇതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ പ്രിയെ, നിയമപരമായ വിവാഹവും ഒരുമിച്ചുള്ള ജീവിതവും ഒക്കെ പിന്നെ ആവാം. പക്ഷേ ഇപ്പൊ ഈ ചടങ്ങ് നടന്നേ പറ്റൂ. DK ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഈ കല്യാണം നടന്നിരിക്കണം. അതിന് DK ജയിലിൽ കിടക്കുന്നതും നിങ്ങളുടെ കല്യാണവും തമ്മിൽ എന്താ ബന്ധം? ഉണ്ട്. ജ്യോതി DK അറസ്റ്റ് ചെയ്യാൻ CBIക്ക് തെളിവെടുത്ത് നൽകി എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴും അവള് ഗസ്റ്റ് ഹൗസിൽ കാത്തിരിക്കുന്നത് അയാളെ രക്ഷിക്കാൻ വേണ്ടി. അവിനാശ് എന്തൊക്കെയാ പറയുന്നത്? അതെ, ജയരാമൻ ചതിച്ച് തെളിവ് സമ്പാദിച്ചെന്നാ ജ്യോതി പറയുന്നത്. ജ്യോതിയോടുള്ള വിരോധം DKക്ക് ജ്യോതിയുടെ അച്ഛനോടോ ഈ കുടുംബത്തോടോ ഇല്ല. ഗസ്റ്റ് ഹൗസിൽ DK കാണാൻ വന്ന പ്രിയയുടെ അച്ഛനോട് അയാളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്ത് വാക്ക്? അവർ സംസാരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടില്ല. പക്ഷേ ഞാൻ കേട്ടതൊന്നും നിനക്കോ എനിക്കോ നല്ല കാര്യങ്ങളല്ല. അവര് തമ്മിൽ എന്താ സംസാരിച്ചത്? നീ എന്താ കേട്ടത്? പ്രിയയ്ക്ക് കല്യാണം വേറെ ആലോചിക്കാൻ DK പ്രിയയുടെ അച്ഛനോട് പറഞ്ഞു. അതിനുള്ള മുഴുവൻ ചെലവും DK തന്നെ വഹിക്കുമെന്ന് പ്രിയയുടെ അച്ഛന് അയാൾ വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 3 മാസത്തിനുള്ളിൽ കല്യാണം നടന്നിരിക്കണം എന്നാണ് DK അതിന് അങ്കിളിനോട് പറഞ്ഞ കണ്ടീഷൻ. അതിന് DK എന്തിനാ എന്നെ കല്യാണം നടത്താൻ ഇത്ര വാശി പിടിക്കുന്നത്? അതെനിക്കറിയില്ല. ഞാൻ കേൾക്കുന്നതിന് മുൻപ് അവർ സംസാരിച്ച് എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നുറപ്പാ, DKയും പ്രിയയുടെ അച്ഛനും തമ്മിൽ എന്തോ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. എന്ത് ധാരണ? അവര് തമ്മിൽ എന്ത് ധാരണ ഉണ്ടായിട്ട് എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ട് ആന്റി. എന്റെ ഊഹം ശരിയാണെങ്കിൽ പ്രിയയുടെ അച്ഛൻ ഈ കല്യാണം നടത്താൻ DKയോട് സഹായം ചോദിച്ചിട്ടുണ്ടാവും. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവമാണല്ലോ DK. അതെന്തിനാ അച്ഛൻ DKയോട് സഹായം അഭ്യർത്ഥിക്കുന്നത്? ഞാനും നീയും തമ്മിലുള്ള സ്നേഹവും ബന്ധവുമെല്ലാം അച്ഛൻ DKയോട് പറഞ്ഞിട്ടുണ്ടാവും. അതുമാത്രമല്ല, സൂര്യയെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് DK ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയയുടെ അച്ഛൻ ആവശ്യപ്പെട്ട പണം കൊടുക്കാമെന്ന് അയാൾ സമ്മതിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാ ഞാനിങ്ങനെ ധൃതി പിടിക്കുന്നത്. രഹസ്യമായി ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് ഉടനെ നമ്മുടെ വിവാഹം നടത്തണം. ആരും അറിയാതെ എങ്ങനെ ഈ കല്യാണം നടത്താൻ കഴിയും? ആന്റി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് തോന്നുന്നത് DK ജയിലിൽ നിന്ന് ഇറങ്ങിയ ജ്യോതി നേരെ ഇങ്ങോട്ടേക്ക് വരുമെന്ന. അതെന്തിനാ ഇവിടേക്ക് വരുന്നേ? ചേച്ചിക്ക് തിരിച്ച് അമരാവതിയിലേക്ക് പോയാ പോരെ? അതിനി ഉടനെ ഒന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ ഒരിക്കലും സാധിച്ചില്ലാന്നും വരും. എന്ന് പറഞ്ഞാ നീ എന്തായി പറഞ്ഞു വരുന്നത്? ഇതോടെ അവര് തമ്മിൽ പിരിവെന്നാണോ? എന്നല്ല, ജ്യോതിയെ മരുമക്കൾ 3 ചേർന്ന അമരാവതിയിൽ നിന്ന് പുറത്താക്കി ഗേറ്റ് അടച്ചത്. ആ സമയത്ത് പത്മാവതി അമ്മ പോലും അതിനെ എതിർത്തില്ല. എന്താ അതിന്റെ അർത്ഥം? ജ്യോതിയെ സ്വന്തം മകളെ പോലെ കാത്തുരക്ഷിച്ചിട്ടും സ്വന്തം മകനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് അവരെ തകർത്തുകളും. അതിന് ജ്യോതിയോടുള്ള വിരോധം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് ഉടനെ അമരാവതിയിലേക്ക് ഒരു തിരിച്ചുപോക്ക് ജ്യോതിയെ സംബന്ധിച്ച് അസാധ്യമാണ്. ചേച്ചി ഇവിടേക്ക് തിരിച്ചു വന്നാ നമ്മുടെ കാര്യത്തിൽ ചേച്ചി വീണ്ടും ഇടപെടും. കല്യാണം പോയിട്ട് അവിനാശ് ഈ വീട്ടിലേക്കൊന്ന് വരാൻ പോലും ചേച്ചി സമ്മതിക്കില്ല. ആന്റി, ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമായിട്ട് ആന്റി കാണണം. ആന്റിയുടെ മോൾക്ക് രാജകുമാരിയെ പോലെ ജീവിക്കാനുള്ള അവസരം നശിപ്പിക്കരുത്.
എന്റെ ഊഹം ശരിയാണെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രിയയ്ക്ക് അങ്കിള് വേറെ വിവാഹം ഉറപ്പിക്കും. അമ്മേ, അതിനു മുൻപ് പേരിനെങ്കിലും ഒരു താലികെട്ട് നടത്തിയേ പറ്റൂ. ആന്റി നടത്തി തരണം. ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രിയയ്ക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. ഡിവോഴ്സിന് ശേഷം മാത്രം എല്ലാവരും ഇത് അറിഞ്ഞാൽ മതി. ആന്റിക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം, എത്ര പണം വേണമെങ്കിലും. ആന്റിയുടെ മകളെ പൊന്നുകൊണ്ട് മൂടും ഞാൻ. ആന്റി അത് കാണണം. ഇനി തീരുമാനം ആന്റിയുടെ മാത്രമാണ്. സമ്മതിക്കമ്മേ, ഒരു താലികെട്ട് മാത്രമല്ലേ, അതും ഒരു ഉറപ്പിന് വേണ്ടിയല്ലേ അമ്മേ. അച്ഛൻ എന്റെ സമ്മതമില്ലാതെ വേറെ കല്യാണം ഉറപ്പിച്ച സത്യമായിട്ട് ഞാൻ മരിക്കും. അമ്മ പിന്നെ എന്നെ ജീവനോട് കാണില്ല. സമ്മതം. അങ്ങനെ എന്റെ മകളെ ആർക്കും കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ആഗ്രഹം പോലെ മാത്രമേ ഇത് നടക്കൂ. സമയവും തീയതിയും നോക്കിക്കോളൂ, ഞാൻ നടത്തിത്തരും. അമ്മേ, അച്ഛൻ അതൊന്നും നീ അറിയണ്ട. ഇത് നടക്കണം, നടന്നേ തീരൂ. ഓ, പ്ലാൻ വർക്കൗട്ടായി. ഇനി ഒരാളെ കൂടി കാണണം, അമരാവതിയിലെ പത്മാവതി അമ്മയെ. എന്റെ മോനെവിടെ? അവനെ കൊണ്ടുവന്നോ? അമ്മേ, അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ഡി കെക്ക് ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ ഡി കെ കണ്ടിട്ടാ വരുന്നത്. എന്നാലും നീ തന്നെ അവനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയില്ലടാ. എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയമ്മേ. CBI സഹായിക്കാൻ SP വിളിച്ചു പറഞ്ഞപ്പോ അത് ഡി കെ അറസ്റ്റ് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒടുവിൽ ജയറാമൻ സ്റ്റേഷനിൽ വന്നപ്പോഴാ എനിക്ക് കാര്യം മനസ്സിലായത്. പക്ഷെ ഇവിടെ എത്തുന്നവരെ അയാൾ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ മുൻകൂട്ടി ഒന്ന് അറിയിക്കാൻ പോലും പറ്റാതെ പോയത്. ഞാനെല്ലാം അമ്മയോട് ഫോണിൽ കൂടെ തന്നെ പറഞ്ഞല്ലേ അമ്മേ. അവനെ കുറ്റം ചെയ്യുന്നു നീ വിശ്വസിക്കുന്നുണ്ടോടാ മോനെ? നിന്റെ പെങ്ങള് ഈ വീട്ടിലെ മരുമോളല്ലേ? അവള് ജീവിക്കുന്നത് എന്ത് സന്തോഷത്തോടു കൂടെയാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ മോനെ? അമ്മേ, അമ്മ ക്ഷമിക്കണം. എന്റെ വിശ്വാസമോ എന്റെ അനിയത്തിയുടെ ജീവിതമോ ഒന്നും അല്ല ഇപ്പൊ കാര്യം. ആ ജയരാമൻ ഇവിടുന്ന് കണ്ടെടുത്ത തെളിവാ. അത് കൊടുത്തത് ഡി കെയുടെ സ്വന്തം ഭാര്യ.